വിജിലൻസ് അന്വേഷണത്തിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ കടുത്ത പരിഹാസം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നു. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് എന്നെ പേടിപ്പിക്കാമെന്ന് കരുതേണ്ട, പേടിച്ചു പോയെന്ന പിണറായി വിജയനോട് പോയി പറഞ്ഞേക്കൂ എന്ന സതീശന്റെ വാക്കുകളാണ് വീണ്ടും ഫ്ലക്സുകളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ നേരിട്ട് വെല്ലുവിളിക്കുന്ന ഈ നീക്കം പുനർജനി പദ്ധതിയിൽ സിബിഐ അന്വേഷണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തെ വീണ്ടും രാഷ്ട്രീയ അജണ്ടയിലേക്ക് ഉയർത്തുകയാണ്. തനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ സംസാരിക്കുന്നത് നിശബ്ദമാക്കാനാണ് ഇത്തരം നീക്കങ്ങളെന്നും അദ്ദേഹം വാദിച്ചു. സർക്കാരിനെതിരെ താൻ നടത്തുന്ന പോരാട്ടങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന ശക്തമായ മുന്നറിയിപ്പായിരുന്നു ആ വാക്കുകൾ. അതുതന്നെയാണ് ഫ്ലക്സിൽ നിറയുന്നതും. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഉയർന്നിട്ടുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ തർക്കങ്ങൾക്കാണ് വഴിതെളിച്ചത്. 2018 പ്രളയത്തിനു ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിക്കായി വിദേശത്തു നിന്ന് പണം സ്വീകരിച്ചതിൽ FCRA നിയമങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നതാണ് പ്രധാന ആരോപണം. ചാലക്കുടി സ്വദേശിയുടെ പരാതിയെ തുടർന്ന് വി ഡി സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമതി നൽകിയതോടെയാണ് ഈ വിഷയം സജീവമായത്. സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശത്തു നിന്ന് ഫണ്ട് ശേഖരിച്ചുവെന്ന ഭരണപക്ഷത്തിന്റെ ആരോപണത്തെ രാഷ്ട്രീയ വേട്ടയാടലെന്നാണ് വി ഡി സതീശൻ വിശേഷിപ്പിക്കുന്നത്. മാസപ്പടി വിവാദം ഉൾപ്പെടെ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പിണറായി വിജയൻ പുനർജനി കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. എന്നാൽ ഗൗരവകരമായ നിയമലംഘനം നടന്നതിനാലാണ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെയും CPIMന്റെയും നിലപാട്. പദ്ധതിയുടെ ഭാഗമായി വിദേശത്ത് സന്ദർശനം നടത്തിയതിലും പണം സ്വീകരിച്ചതിലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്ന് വിജിലൻസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. പണം നേരിട്ട് കൈപ്പറ്റിയിട്ടില്ലെന്നും സ്പോൺസർമാർ വഴി നേരിട്ടാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയതെന്നും പറഞ്ഞ് സതീശൻ ഇതിനെ പ്രതിരോധിക്കുന്നു. പുനർജനി വിവാദത്തിൽ മണപ്പാട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശയുണ്ട്. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പടക്കം പുറത്തുവന്നു. മണപ്പാട് CEO ആമീർ അഹമ്മദിനെതിരെ CBI അന്വേഷണം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംശയാസ്പദമായ ഇടപാടുകൾ NGOയുടെ അക്കൗണ്ടിൽ നടന്നുവെന്നാണ് വിജിലൻസ് പറയുന്നത്. FCRA നിയമപ്രകാരം CBI അന്വേഷണം വേണമെന്നാണ് ശുപാർശ. അതേസമയം പുനർജനി പദ്ധതിയിൽ വി ഡി സതീശനെതിരായ സർക്കാർ നീക്കം നിയമോപദേശവും മറികടന്നെന്ന വിവരങ്ങളും പുറത്തുവന്നു. CBI അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു നിയമോപദേശം. അക്കൗണ്ടിലേക്ക് പണം വന്നില്ലെന്നും മണപ്പാട് ഫൗണ്ടേഷന് വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യാമെന്നും കണ്ടെത്തിയിരുന്നു. പുനർജനി പദ്ധതിയിൽ സതീശൻ പണം വാങ്ങിയില്ലെന്ന് വിജിലൻസ് കണ്ടെത്തുകയായിരുന്നു. വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് പുറത്തുവന്നത്. വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതിന് തെളിവില്ല. പുനർജനി ഫണ്ട് സതീശൻ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് കൈമാറിയതാണ് റിപ്പോർട്ട്. 2025 സെപ്റ്റംബർ 19 സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണ് പുറത്തുവന്നത്. പുനർജനി പുനരധിവാസ പദ്ധതിയുടെ വിദേശ പണം ഇടപാടുകളിൽ മണപ്പാട് ഫൗണ്ടേഷനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിൽ നിന്ന് ശുപാർശ എഴുതി വാങ്ങിയതാണ് ആഭ്യന്തര വകുപ്പ്. വിദേശത്തു നിന്നുള്ള പണമിടപാടുകളിൽ NGOയുടെ അക്കൗണ്ടിൽ സംശയാസ്പദ ഇടപാടുകൾ നടന്നുവെന്നും അതുകൊണ്ട് തന്നെ FCRA നിയമപ്രകാരം മണപ്പാട് ഫൗണ്ടേഷൻ CEO ആമീർ അഹമ്മദിനെതിരെ CBI അന്വേഷണം വേണമെന്നുമാണ് വിജിലൻസ് ആവശ്യപ്പെട്ടത്. പുനർജനി പദ്ധതിക്കെതിരായ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പദ്ധതിക്കായി വിദേശത്തുനിന്ന് പണം സ്വീകരിക്കുകയും അവ ദുരിതബാധിതർക്കായി ചെലവഴിക്കുകയും ചെയ്ത മണപ്പാട് ഫൗണ്ടേഷനുമെതിരെ 2 വർഷത്തോളം നീണ്ട പ്രാഥമിക അന്വേഷണത്തിനൊടുവിൽ തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് 2 ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു. അന്ന് വിജിലൻസ് മേധാവിയായിരുന്ന യോഗേഷ് ഗുപ്ത ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയെങ്കിലും മുഖ്യമന്ത്രി ഓഫീസ് തിരിച്ചയക്കുകയായിരുന്നു. പുനർജനി പദ്ധതിയിൽ അഴിമതി ചൂണ്ടിക്കാട്ടി വി ഡി സതീശനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ഉന്നതന്റെ നിർദ്ദേശം. എന്നാൽ ഇതിന് യോഗേഷ് ഗുപ്ത തയ്യാറായില്ല എന്നാണ് വിവരം. തുടർന്ന് സമ്മർദ്ദം കടുത്തതോടെയാണ് വിദേശ പണമിടപാടിൽ ഫെറ നിയമത്തിലെ 3(2)A ലംഘനം നടന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നതിൽ വി ഡി സതീശനെതിരെയും മണപ്പാട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണം വേണമെന്ന് വിജിലൻസ് മുൻ മേധാവി യോഗേഷ് ഗുപ്ത ശുപാർശ ചെയ്തത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് തന്നെ ബന്ധപ്പെട്ടതെന്നും അദ്ദേഹവുമായി പ്രൊഫഷണൽ ബന്ധം മാത്രമാണുള്ളതെന്നും മണപ്പാട് ഫൗണ്ടേഷൻ CEO ആമീർ അഹമ്മദ് പ്രതികരിച്ചിരുന്നു.
പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിപക്ഷ നേതാവിനെ കൂടാതെ മണപ്പാട്ട് ഫൗണ്ടേഷൻ NGOയ്ക്കും അതിന്റെ ചെയർമാൻ ആമീർ അഹമ്മദിനുമെതിരെ CBI അന്വേഷണം വേണമെന്ന വിജിലൻസിന്റെ ശുപാർശ വന്നതിന് പിന്നാലെയാണ് ആമീർ അഹമ്മദിന്റെ വിശദീകരണം പുറത്തുവന്നത്. ഞാനൊരു വ്യവസായിയും എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റുമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും അതിലെ ഒരു നേതാവുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം പറ്റില്ലെന്നാണ് പറഞ്ഞതെന്ന് അഹമ്മദ് പറയുന്നു. ഇക്കാര്യത്തെ പ്രൊഫഷണലായി കണ്ടാൽ മതിയെന്നും അത്തരത്തിൽ മാത്രം ഇടപെട്ടാൽ മതിയെന്നും പറഞ്ഞതിനാലാണ് പദ്ധതിയുടെ ഭാഗമായത്. ഇതൊരു മോഡൽ പ്രൊജക്റ്റായി എടുക്കാനാണ് എന്നോട് പറഞ്ഞത്. എന്നെ നേരത്തെ കണ്ടിട്ടുണ്ടെന്നും അറിയാമെന്നും അതുകൊണ്ടാണ് ബന്ധപ്പെട്ടതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തെ നേരത്തെ പരിചയമില്ലെന്നും അമീർ അഹമ്മദ് പറയുന്നു. അവിടെ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിനായി സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നാണ് അവിടെ സർവേ നടത്തിയത്. 2018 പദ്ധതി ആരംഭിച്ചത്. 2021 FCRA വീണ്ടും റിന്യൂ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്ത് കിട്ടില്ലായിരുന്നു. എന്റെ ഭാഗത്തുനിന്നും എന്ത് തെറ്റാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയുവാൻ തയ്യാറാണെന്നും അമീർ അഹമ്മദ് വ്യക്തമാക്കി. പുനർജനി കേസിൽ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തുവെന്ന വാർത്ത ശരിയാണെന്ന് താൻ കരുതുന്നില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യം പ്രതികരിച്ചത്. അങ്ങനെയൊരു കേസ് നിലനിൽക്കില്ലെന്നും അതിനാൽ CBIക്ക് ശുപാർശ ചെയ്യാൻ കഴിയില്ലെന്നുമാണ് സതീശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഈ കേസ് നിലനിൽക്കില്ലെന്ന് കണ്ട വിജിലൻസ് തന്നെ ഉപേക്ഷിച്ചതാണ്. 4-5 വർഷമായി അന്വേഷണം നടത്തുന്നു. നിയമപരമായി ഈ കേസ് നിലനിൽക്കില്ല. 100% കൃത്യമായ നടപടിയാണ് ഞാൻ ചെയ്തത്. അതിന്റെ തെളിവുകൾ എല്ലാം എന്റെ കയ്യിലുണ്ട്. ഇനി അന്വേഷണം വന്നാലും കുഴപ്പമില്ല. ഞാൻ മുൻപ് തന്നെ എല്ലാ തെളിവും ഹാജരാക്കിയതാണ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മുൻപും പറഞ്ഞത്. മാർച്ച് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ പോകുകയാണ്. അപ്പോൾ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് ആലോചിച്ചാണ് ഈ നടപടിയെങ്കിൽ എനിക്കൊരു വിരോധവുമില്ല. അത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുവാൻ റെഡിയാണ്. CBIക്ക് കേസ് വിടട്ടെ എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. പുനർജനി കേസിൽ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കുമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. 1 വർഷം മുൻപാണ് മുൻ ഡയറക്ടർ യോഗേഷ് ഗുപ്ത ശുപാർശ ചെയ്തത്. FCRA നിയമത്തിന്റെ ലംഘനവും സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമ ലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്ന് ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. വിജിലൻസ് നേരത്തെ ഉപേക്ഷിച്ച കേസാണ് പുനർജനിയുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ വീണ്ടും പരാതി എഴുതി വാങ്ങിയാണ് ഇപ്പോഴത്തെ നടപടി. അന്വേഷണം വന്നാൽ പ്രശ്നമില്ല. 7 വർഷം മുൻപ് തന്നെ അന്വേഷണത്തെ താൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. 4-5 കൊല്ലമായി അന്വേഷണം നടക്കുന്നു. പുനർജനിയുമായുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. നിയമപരമായി കേസ് നിലനിൽക്കില്ല. FCRA നിയമം ലംഘിച്ചെന്നാണ് ആക്ഷേപം. ഈ കേസ് CBIക്ക് വിടട്ടെ. അന്വേഷണം നേരിടാൻ താൻ റെഡിയാണ് എന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. വിഷയത്തിൽ പ്രതികരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിജിലൻസ് റിപ്പോർട്ട് വായിച്ചു നോക്കട്ടെ എന്നുമാണ് VD സതീശനോട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് 60 ദിവസം പോലും ബാക്കിയില്ലാത്ത സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. വാർത്തയുടെ ടൈമിംഗ് ശ്രദ്ധിക്കണം. തെരഞ്ഞെടുപ്പാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് CBI അന്വേഷിക്കണമെന്ന് പ്രഖ്യാപിച്ചാൽ അത് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. വിജിലൻസ് ശുപാർശയിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി. വിജിലൻസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് നടപടി സ്വീകരിക്കണം. അതാണ് ശരി. നിയമപരമായി ഒരു ആനുകൂല്യവും തനിക്ക് ആവശ്യമില്ല. ശബരിമല ഉൾപ്പെടെ സംസ്ഥാനത്തെ ഏത് കേസിലും CBI അന്വേഷണം നടത്തിയില്ലെങ്കിലും തന്റെ കേസ് CBI അന്വേഷിക്കട്ടെ. ഇപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയവരോട് ഞാൻ പേടിച്ചെന്ന് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിക്കുകയായിരുന്നു.